എന്നുള്ളൊരു ആട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ രതീഷിന്റെയും ജാന്റെയും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. സത്യം 101% ജാന്റെ ഭാഗത്താണ് തെറ്റുള്ളത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ആട്ടോട് കൂടിയിട്ടാണ് ഇത്തവണ ബിഗ് ബോസിന്റെ സെക്കൻഡ് ഡേ തന്നെ അംഗം കുറിച്ചത്. എന്നാൽ ഇപ്പൊ ആ മനുഷ്യൻ ഇപ്പൊ ജാൻമണിയുടെ കൂടെ ഇരുന്ന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു, തനി കോമാളിത്തരം. എന്നാൽ വേറൊരു ലെവൽ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പേഴ്സൺ ഞാനിപ്പോൾ രതീഷിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് 4ാമത്തെ 5ാമത്തെ വീഡിയോ തന്നെയാണ്. അങ്ങേര് എന്തൊക്കെ കോപ്രായാണ് അവിടെ ലിറ്ററലി കാണിക്കുന്നത്. അപാര തൊലിക്കെട്ടിയാണ്. ഈവൻ പുറത്ത് നമ്മൾക്ക് എല്ലാവർക്കും ചൊറിച്ചിൽ, മേ ബി അയാളുടെ ക്യാരക്ടർ ഇതായിരിക്കില്ലായിരിക്കും, അയാൾ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുറത്തെല്ലാവരും സംസാരിക്കണം എന്നെ പറ്റി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു പാർട്ടിക്കുലർ ടൈമിലോട്ട് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു വ്യക്തിയായിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിൽക്കാന്നുള്ള വൈബിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇപ്പം തൽക്കാലം ജാൻമണിയുടെ കൈയൊക്കെ പിടിച്ച് മേക്കപ്പ് കിട്ടി അവിടെ എല്ലായിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. ആൻഡ് ജാൻ വന്നിട്ട് അവൾക്ക് മേക്കപ്പ് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ആൾ. സോ നല്ല രീതിയിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോപ്രായം എന്ന് വേണേ പറയാം. അല്ലെങ്കിൽ ഓക്കെ, ഈ മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ആൾക്കാർ തന്നെയാണ് എടുത്തിങ്ങനെ പൊക്കി പൊക്കി വയ്ക്കുന്നത്. അവിടെയുള്ള ആളുകൾ പെട്ടി നോക്കിക്കൊണ്ട് പോയപ്പോൾ മൈൻഡ് ചെയ്യാതിരുന്ന പോലെ തന്നെ ഇങ്ങനെ ഈ കോപ്രായം കാണിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പോലും പ്രേക്ഷകരായ നമ്മൾക്ക് എന്തായാലും പറയേണ്ടി വരും. പക്ഷേ എന്നാലും കുറച്ച് വെയിറ്റ് കൂടുതൽ അത് കണ്ടസ്റ്റൻസിനായിരിക്കും. കാരണം ഇയാൾ ഇത്രയൊക്കെ നോക്കിയിട്ടും ഇവരുടെ അറ്റൻഷൻ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് പ്യൂർലി അറ്റൻഷൻ സീക്കിംഗ് തന്നെയാണ് ആശാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തൊലിക്കെട്ടിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്.